ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെൻ നാവു വരളുമ്പോൾ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാൽ മതാകം തീർത്തിടും. ചൂടേറിയ മരുയാത്രയിൽ ദാഹത്താലെൻ നാവു വരളുമ്പോൾ ഹാഗാറിൻ പൈതലിൻ കരച്ചിൽ കേട്ടവനെന്നാൽ മതാകം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി 3-ാം സങ്കീർത്തനം 8-ാം വാക്യം. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു, നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിൻ്റെ മേൽ വരുമാറാകട്ടെ. രക്ഷയും അനുഗ്രഹവും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ദാവീദ് 3-ാം സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. രക്ഷ എന്നത് താനായിരിക്കുന്ന ദുർഘടസന്ധികളിൽ നിന്നുള്ള വിടുതലാണ്. അനുഗ്രഹം എന്നത് ജീവിത പ്രതിസന്ധികളുടെ മധ്യേ ഒരു സാധാരണ ജീവിതം ദൈവിക ബന്ധത്തിൽ നിലനിർത്തുന്നതിനുള്ള ദൈവികമായ ശക്തിയുടെ അനുഭവം. രക്ഷയും അനുഗ്രഹവും ഒരുമിച്ചാണ് ദൈവം തൻ്റെ ഭക്തന് നൽകുന്നത്. രക്ഷാനിർണയം പ്രാപിച്ചവർ തങ്ങൾ ദൈവത്തിനുള്ളവരെന്നും ലോകത്തിലുള്ള യാതൊന്നിനും ദൈവബന്ധത്തിൽ നിന്നും തങ്ങളെ അകറ്റിക്കളയുവാൻ കഴിയുകയില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ വിശ്വാസമാണ് സിംഹക്കുഴിയിലും തീച്ചൂളയുടെ അനുഭവത്തിലും ദൈവത്തെ തള്ളിപ്പറയാതെ നിലനിൽക്കുവാൻ വിശ്വാസിയെ ശക്തീകരിച്ചത്. പ്രതിസന്ധികളിൽ ദൈവത്തെ തള്ളിക്കളയാതെ ദൈവ വഴികളിൽ തന്നെ നിൽക്കുന്ന അനുഭവമാണ് അനുഗ്രഹം. പ്രിയ സ്നേഹിതരെ, അനുഗ്രഹത്തെ കേവലം ഭൗതിക നേട്ടങ്ങളായി മാത്രം കാണുന്ന ഇന്നത്തെ പുത്തൻ ആത്മീയത വേദപുസ്തകത്തിൻ്റെ അന്തസത്തയെ തന്നെ മാറ്റിക്കളയുന്നതാണ്. രക്ഷയെയും അനുഗ്രഹത്തെയും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ കണ്ടുകൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഈ നാളുകളിൽ പുതുക്കിയെടുക്കാം. പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്നിൽ നിന്നും മനുഷ്യനെ അകറ്റുന്ന ഭൗതിക അനുഗ്രഹങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് രക്ഷാനിർണയം പ്രാപിക്കുന്നവരായി ജീവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.